സോ നോർത്തിൽ നീറ്റിൻ്റെ പേപ്പർ ലീക്ക് ആവുന്നത്, കേരളത്തിൽ താണ്ട് PSC പേപ്പർ ലീക്ക് ആവുന്നത്. ഇപ്പോൾ എക്സാമിന് ആർക്കെങ്കിലും എന്തെങ്കിലും ട്രസ്റ്റ് ഉണ്ടോ? എക്സാം 100% കറപ്റ്റഡ് ആണ്. 4 വർഷമായിട്ട് PSCക്ക് ഫസ്റ്റ് റാങ്ക് ഉള്ളവന് ജോലിയില്ല. 12,000-ലധികം OMR ഷീറ്റാണ്. ആരാണ് ചെക്ക് ചെയ്തെന്ന് പോലും അറിയാത്തത്. സോ ഇപ്പോൾ കേരളത്തിൽ ഈ PSC ഇപ്പോൾ എല്ലാ എക്സാമുകൾക്കും പൊതുവെ ഒരു ബാക്ക്ലാഷ് അല്ലെങ്കിൽ അതിൻ്റെ റിഗഡ്നെസ് അല്ലെങ്കിൽ അതിന് എത്ര പൊളിറ്റിക്സ് അല്ലെങ്കിൽ എത്ര സംഭവം പേപ്പർ ലീക്ക് എല്ലാം അങ്ങനെ കുറേ കോൺട്രവേഴ്സികൾ നമ്മുടെ എക്സാമുകളെ കുറിച്ച് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഓൾ അക്രോസ്. ഇപ്പോൾ PSCനെ കുറിച്ചാണെങ്കിലും PSCയുടെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തില്ല, കുറേ നാളായിട്ട് വരുന്നൊരു ഹീറ്റാണ്. അപ്പോൾ അതിൽ ഈ PSC റിഗ്ഡ് എന്ന് പറയുന്നതിൽ നമ്മൾ എവിടെയാണ് അലൈൻ ചെയ്യുന്നതാണ് ഈ ഒരു ടോപ്പിക്ക്. എനിക്കൊന്ന് വെരി റീസെൻ്റ്ലി ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റുഡൻറ്റ് പോട്ടെ എക്സാം കഴിഞ്ഞ ഒരാൾ പേപ്പർ റിക്വസ്റ്റ് ചെയ്തു ഓൺലൈനിൽ. അപ്പോൾ ആളുടെ പേപ്പർ കിട്ടിയതിൽ എനിക്ക് തോന്നുന്നു 10 ക്വസ്റ്റ്യനോളം എന്തോ ചെക്ക് ചെയ്തിട്ടില്ല. 10 ക്വസ്റ്റ്യനോളം ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഏതോ സെക്ഷനിലെ കുറേ ക്വസ്റ്റ്യൻസും ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യാണ്ട് കിടപ്പുണ്ട്. സോ അപ്പോൾ അവിടെ നിന്നാണ് ഇത് എസ്കലേറ്റ് ചെയ്ത് പോയത്. സോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പ്രൊട്ടസ്റ്റായി. ഇപ്പോൾ ഈവൻ നമ്മുടെ അവിടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് കേരളത്തിൽ സംഭവം നടക്കുമായിരുന്നു. എനിക്ക് നമ്മുടെ വീഡിയോയുടെ ഒരു കമൻറ്റ് വന്നായിരുന്നു, നിങ്ങളെന്താ കേരളത്തിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന്. സോ അപ്പോൾ അതാണ് മെയിൻ. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നു, ഇല്ലെങ്കിൽ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പം നന്നായിട്ട് പ്രിപ്പയർ ആയി വന്നാലും ഉള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ എന്തായാലും എക്സാം പാസ്സാവുന്നില്ലല്ലോ. ഒബ്വിയസ്ലി ഒന്നെങ്കിൽ കാശ് കൊടുക്കുന്നവർക്ക് ജോലി കിട്ടും, ഇല്ലെങ്കിൽ ബാക്കി വേറെ സെറ്റപ്പിൽ വേറെ എങ്ങനെയും ബാക്കി കൂടെ ജോലി കിട്ടും. ഈ പഠിച്ച് ഇത്ര നാളും ഡെഡിക്കേറ്റഡ് ആയിരുന്ന് അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് എക്സാമും എഴുതി എല്ലാം ചെയ്തിട്ട് എനിക്കൊട്ടും എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല അതിൽ. അത് ഒരു ഓബിയസ് മിസ്റ്റേക്ക് ആണെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും പുറത്തു വന്നു അതിനെക്കുറിച്ച്. പക്ഷെ അതല്ല, ഇത് സംബന്ധിച്ച് ഫസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് പോലും ജോലി ഇല്ല എന്നുള്ളതാണ്. അത് കുറെ നാളായിട്ട് അങ്ങനെയാണ്. ഇപ്പോഴല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടോപ്പിക് കിട്ടപ്പോഴേ പറഞ്ഞത് 2-3-4 വർഷമായിട്ട് ഫസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് ജോലി ഇല്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇന്ന വേക്കൻസിയിലേക്ക് ആളെ വേണമെന്നും പറഞ്ഞ് ഇടുന്നുണ്ട്, വേക്കൻസി ഇടുന്നുണ്ട്. PSC അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ നടക്കുന്നുണ്ട്, എക്സാം നടത്തുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് പോലും എന്നാൽ ഇത്ര വാലിഡിറ്റി, എത്ര 3-6 മാസം കണ്ട ഒരു വാലിഡിറ്റി ചെക്ക് ചെയ്തറിയാം, ആ വാലിഡിറ്റിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഫസ്റ്റ് റാങ്ക് കിട്ടിയവരുടെ സർട്ടിഫിക്കറ്റ് ഒരു വാലിഡിറ്റി ഇല്ല. അതിനുള്ള ജോലി എന്തായാലും ജോലി കിട്ടുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് പോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഒരു വേക്കൻസി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ആ കേസിൽ ആൾക്കാർ ഇത്രയും ഡെഡിക്കേറ്റഡായി പഠിച്ചിട്ട് പോയി കഴിയുമ്പം എനിക്ക് തോന്നുന്നു എത്ര 228 ക്വസ്റ്റ്യനോ അങ്ങനെ എന്തോ ആണെന്നോ തോന്നുന്നത്. ഇപ്പോൾ കറക്റ്റ് അല്ല. ബട്ട് സോ അപ്പോൾ അതിൽ 10 ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ തന്നെ ആളുടെ റാങ്ക് അവിടെ പോയി. കാരണം ഇത് ഈ കേരളത്തിലെ പ്രശ്നം എനിക്ക് റിഗ്ഡ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണെങ്കിൽ വലിയൊരു മണ്ടത്തരം, വലിയ ബ്ലണ്ടർ അവർക്ക് പറ്റിയത്. കുറേ ക്വസ്റ്റ്യൻ ഒക്കെ മിസ്സായിപ്പോയി, പിന്നെ കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിപ്പോയി. ഇവാലുവേറ്റ് ചെയ്ത് വരാത്ത കേസിലാണ് ഞാൻ പറയുന്നത്. അത് തന്നെ, അത് മിസ്സായി പോയതാ. ഒരു കുറേ എണ്ണം ലൈക്ക് ആൻസർ ചെക്ക് ചെയ്യാൻ മറന്നുപോയി, കുറേ എണ്ണം വിട്ടുപോയി. അത് മറന്നു പോകുന്നതാണോ അതോ അത് ഇന്റൻഷനലി സംഭവിക്കുന്നതാണോ? കാരണം കാശ് കൊടുക്കുന്നവർക്ക് ജോലി കിട്ടുന്നുണ്ട്. പൈസ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അവർക്ക് ജോലി കിട്ടും. പിൻവാതിൽ നിയമനം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഫസ്റ്റ് റാങ്ക് ഉള്ളവർക്കല്ല, ഇതുപോലെ റിസർവേഷൻ ഉള്ളവർക്ക് എന്തോ കിട്ടുന്നുണ്ട്. അതല്ലാതെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്ക് പോലും ജോലിക്കുള്ള ഇതില്ല. അത്ര ശോകം രീതിയിലാണ് പറയണേ. വലിയ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഈവൻ ഗവൺമെന്റ് സ്റ്റുഡൻസിന് നേരെ മറ്റേ വെള്ളമൊക്കെ അടിച്ചായിരുന്നു എനിക്ക് തോന്നുന്നത്. പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം മുങ്ങിപ്പോകാൻ കാരണം അതിലും വലിയ പ്രൊട്ടസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതിലോട്ട് ഇത്ര അറ്റൻഷൻ പോയിട്ടിരുന്നത്. പക്ഷേ എനിക്കൊന്നു കേരളത്തിൽ നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് എല്ലാം കൂടെ പോയിട്ടുണ്ട്. അതാണ് ഈവൻ ഈ അവിടെ പോയ അന്നത്തെ കുറേ ഇൻഫ്ലുവൻസിൻ്റെ ആൾക്കാർ കളിയാക്കുന്നത്. കാരണം കേരളത്തിൽ നിന്ന് കുറേ പേര് ഇതുപോലെ ബാഗും തൂക്കി എൻ്റെ ബാഗിൽ സൺസ്ക്രീൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒബ്വിയസ്ലി അതിനെന്തായാലും റീച്ച് കിട്ടും. പക്ഷേ ഇവിടെ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ആരും അഡ്രസ്സ് ചെയ്തില്ല അതിനെ. ഇതായിട്ട് കൂടി ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഇത്ര നാളായി, ഇപ്പോൾ ഒരുപാട് നാളായി, ഇപ്പോഴെങ്കിലും ഇത് ചെയ്യേണ്ട സമയമായി. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവരെ പുള്ളി അങ്ങോട്ട് പോകുന്നുണ്ടോ ഇല്ല എനിക്കറിയത്തില്ല, പോയോ ഇല്ലയോ തോന്നും. ആ വഴിക്ക് എനിക്കൊന്ന് പുള്ളി ഇപ്പം അങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ, സെറ്റായി വന്നിട്ട് റെഡിയാക്കി ആയിരിക്കും കാര്യം. കാരണം ഇപ്പം പുള്ളി തൊടുന്നൊക്കെ പാളി പോവാ. പിന്നെ തോൽവിക്ക് വേറെ തോൽവി ഇപ്പോൾ പുള്ളി നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്ന് പെതുക്കുന്ന സെറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും പ്ലാൻ. പുള്ളി എനിക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. പുള്ളി ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇതിനെപ്പറ്റി ഒന്നും പുള്ളി ഇപ്പോൾ അതല്ല. ആൾക്കാരൊക്കെ ഇച്ചിരി വാഴയിലും മണ്ണ് വാരി ഫുഡ് കഴിക്കുന്ന അങ്ങനെ ഒരു സെറ്റപ്പ്, അത്രയും പ്രൊട്ടസ്റ്റിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിന്റെ പേരിൽ കുറേ പേര് നിരന്നിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നു. അവര് വാഴയില ഫുള്ള് മണ്ണിട്ടിട്ട് അത് അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു പ്രൊട്ടസ്റ്റ് ആയിട്ട്. ആ ഗ്യാപ്പിൽ ഒരു ഹങ്കർ സ്ട്രൈക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രയോജനം പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട്.
വെരി റീസെന്റ് നടന്ന സംഭവം. അതും മീഡിയ കവറേജ് ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല അത് അധികം ആൾക്കാരിലോട്ട് എത്തുന്നില്ല. അത് കുറവാണ്, അത് മറ്റതിന്റെ അത്ര എത്തിയിട്ടില്ല. ആ ഒരു ഇപ്പൊ നീറ്റ് എന്ന് പറഞ്ഞ നാഷണലാണ്, പക്ഷെ ആ ലെവലിൽ എത്തിയിട്ടില്ല. പ്രൊട്ടസ്റ്റ് വന്നപ്പോഴാണ് ഈ 1-2 കൊല്ലം മുന്നേയുള്ള എക്സാം എഴുതി ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് ഇതുവരെ ജോലി കിട്ടാത്തവർ ഇതിലെല്ലാം വന്നു. എനിക്കൊന്നും അവിടെ ഇരുന്ന് മണ്ണ് കഴിച്ചവരൊക്കെ അങ്ങനെ റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്നു അവർ. ഇതും ചുമ്മാ എക്സാം എഴുതിയവരല്ല, ഇതുപോലെ ഫ്രസ്ട്രേഷൻ കാരണം ഇറങ്ങി വന്നവരും അല്ല. എക്സാം എഴുതി റാങ്ക് കിട്ടി ജോലി കിട്ടാത്ത ആൾക്കാരത്. അപ്പം അങ്ങനെ ആൾക്കാരുണ്ടായിട്ട് അവരറിയുമോ, അതായത് എക്സാം എഴുതിയിട്ട് ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് ചെയ്ത് പോയിട്ടില്ല. അതും എനിക്കൊന്നും അങ്ങനെ ഒരു ആക്ട് ഉണ്ട്, നമുക്ക് പേപ്പർ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ത്രൂ ചെയ്തിട്ട് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ അവസ്ഥയിൽ വെച്ച് ഇപ്പോൾ ഈ അക്ഷയ വ്ളോഗറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, സത്യമാണെന്ന് എനിക്കറിയത്തില്ല. അത് അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലൊരു പാർട്ടി മെമ്പർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടി ഒരു മെമ്പർ ഉണ്ടായിരുന്നു. പുള്ളി PSC എഴുതാൻ നേരം ഏതോ പുള്ളിക്ക് എന്തോ 40 മാർക്കിനുള്ളതേ കിട്ടിയിരുന്നുള്ളൂ. 10 ക്വസ്റ്റ്യനോളം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലേ ഫുള്ളാകുമായിരുന്നുള്ളൂ. ആ 10 ക്വസ്റ്റ്യനും എടുത്തു കളഞ്ഞു എന്നാണ് പറയണേ. പക്ഷെ സത്യമാണല്ലോ എനിക്കറിയത്തില്ല. പുള്ളി പക്ഷേ പബ്ലിക്കായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, അതൊരു ന്യൂസ് ചാനലിൻ്റെ ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കാണിച്ച് പറയുന്നുണ്ട്. അറിയില്ല ഉള്ളതാണെന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് ഈ എക്സാം സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഈ ബ്ലോക്ക് ചെയിൻ്റെ ഒക്കെ സമയമല്ലേ, എല്ലാ സംഭവവും അപ്പം തന്നെ ഓൺലൈനിൽ വെരിഫൈ ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എക്സാം എന്തിനാണ് ഈ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? നമുക്ക് ഈ 12+2 എക്സാം എഴുതി റിസൾട്ട് വരുന്നതിൻ്റെ അപ്പം നമ്മളെല്ലാ പേപ്പറും അതിൻ്റെ ഒപ്പം കിട്ടണം. അതിനിപ്പോൾ എന്താ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നെല്ലാം നമ്മുടെ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷന് വേണ്ടി നമുക്ക് തന്നെ സ്വയം കണ്ട് വെരിഫൈ ചെയ്യാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ടാവുമല്ലോ. അതാണെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടി ആൾക്കാർക്ക് ട്രസ്റ്റ് ഇതിൽ കൂടും. അപ്പോൾ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അതിനൊപ്പം നമ്മുടെ പേപ്പർ കാണാം, എത്ര ടിക്കറ്റുണ്ട്, എത്ര ടിക്കറ്റുണ്ട്, എവിടേക്കാണ് വന്നേക്കുന്നത് കാണാം. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമുക്ക് റിവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കണമെന്ന് കൊടുക്കാം. ഇനി ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 മാർക്ക് എക്സ്ട്രാ കിട്ടാണല്ലോ, എന്തായാലും കാര്യമൊന്നുമില്ല, എന്നാൽ നമുക്ക് കൊടുത്തിട്ട് കാര്യമില്ല, എന്നാൽ കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് ഒരു ഓപ്ഷൻ കാര്യം എന്തെങ്കിലും ഇത്ര ഇൻ്റർനെറ്റിൻ്റെ കാലമില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ റിവാലുവേഷൻ പേപ്പർ കാണാതെ തന്നെ റിവാലുവേഷൻ എടുക്കാനുള്ള സെറ്റപ്പ് +2 വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ PSCയുടെ കേസ് എനിക്കറിയത്തില്ല, റിവാലുവേഷൻ കൊടുക്കുന്നതിനാണ് എനിക്കറിയാം. പേപ്പർ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേറെ കാണാണ്ട് നമുക്ക് മാർക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒബിയസ്ലി കോൺഫിഡൻ്റ് ആണെങ്കിൽ റിവാലുവേഷൻ കൊടുക്കാം. അന്ന് നിനക്ക് +2 നമ്മുടെ +2 സമയത്തൊക്കെ 500 രൂപയായിരുന്നു എൻ്റെ ഇത്. പക്ഷേ അത് ഭയങ്കര ചടങ്ങ് പരിപാടിയാണ്. ഇവിടെയൊക്കെ പോയി ഇതൊക്കെ വാങ്ങിക്കണം, ഇവിടെ സ്കൂളിൽ വന്ന് കൊടുക്കണം, സ്കൂളിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കണം, ഭയങ്കര ചടങ്ങ് പരിപാടിയാണ്. അപ്പോൾ അത്രയും മെനക്കെടുമ്പോൾ ആളുകൾ പിന്നെ 500 രൂപയും പോകും. അങ്ങനെയൊക്കെ ആൾക്കാർ വേണ്ടെന്ന് ചിന്തിക്കുകയുള്ളൂ. ഇപ്പം പറഞ്ഞ കേസിൽ അതാ പറയുന്നത്, അതായത് ഇതിനു മുന്നേ നമ്മുടെ ഗവൺമെൻറ് റൂൾ ചെയ്തുകൊണ്ടിരുന്ന പാർട്ടിയിലുള്ളായിരുന്ന ഒരു കാൻഡിഡേറ്റിന് വേണ്ടി PSC റിഗ് ചെയ്തു എന്നാണ് ആ ഒരു എന്താ പറയുക അലിഗേഷൻ പറയുന്നത്. അപ്പം പറഞ്ഞ കേസിൽ 10 ക്വസ്റ്റ്യനോട് എടുത്ത് കളഞ്ഞ കേസിൽ. സോ അപ്പം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അങ്ങനെയുള്ള കേസിൽ ഏത് എക്സാം വേണമെങ്കിലും ഇതുപോലെ റിഗ്. ഇപ്പം PSC 1, നീറ്റ് ഇതിന് കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ ആയിരുന്നു. സോ അപ്പം എന്ത് ഗ്യാരണ്ടിയിലാണ് ആൾക്കാർ ഇതിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ഉറപ്പുമില്ല പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതി പാസ്സായ ജോലി കിട്ടുമെന്ന്. ഈവൻ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടുമെന്ന് ഇരുന്നിട്ട് നമുക്ക് കിട്ടാണ്ട് വരുന്ന അവസ്ഥ. അത് പേപ്പർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നു 10 ക്വസ്റ്റ്യൻ നമ്മൾ അതിൽ ഇവാലുവേറ്റ് പോലും ചെയ്തിട്ടില്ല. സോ അപ്പം അതൊക്കെ ഒരു ഭയങ്കര വലിയൊരു ട്രോമയാണത്, പ്രത്യേകിച്ച് ഇത്രയും ഭാവി ഡിസൈഡ് ചെയ്യുന്ന ഒരു സംഭവത്തിൽ. അപ്പം എനിക്കറിയില്ല എന്തുകൊണ്ട് ഇത് സ്റ്റിൽ അലിഗേഷനാണ്, പ്രൂവൺ അല്ല. പക്ഷെ എന്നാലും എന്ത് ആക്ഷനാണ് ഗവൺമെൻറ് എടുത്തത്, അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ഗവൺമെൻറ് എടുക്കുമെന്ന് പറഞ്ഞതിനെക്കുറിച്ചും ഞാൻ കൂടുതലൊന്നും കണ്ടില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിസ്റ്റം ഭയങ്കര പണ്ടത്തെ സിസ്റ്റം. ഈവൻ ഞാൻ പണ്ട് ഇങ്ങനത്തെ ഒരു എക്സാമിന് ഞാനല്ല എഴുതിയ, പക്ഷേ ഞാൻ ഒരാളുടെ കൂടെ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതാത്തവർക്ക് ചിലവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഈ എക്സാമൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അത് എത്രത്തോളം ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ചെക്ക് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ ഇത് ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടക്കുന്ന സിസ്റ്റത്തിൽ അതിൽ 2000-ൻ്റെ 2 നോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പാസ്സാക്കി വിട്ടാന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും പരഞ്ച സിസ്റ്റത്തിലാണ് ഇപ്പോൾ പോകുന്നത്. CBSE ഒക്കെ സ്റ്റിൽ CBSEയുടെ അണ്ടറിലായതുകൊണ്ട് കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ PSC എക്സാം 1900-ൻ്റെ ആ സമയത്തുള്ള പോലെ സിസ്റ്റാണ്. കുറേ പേര് ഇരുന്ന് ആരാ ചെക്ക് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. അവർക്ക് 2 നോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയേ ഉള്ളൂ. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ റിസർവേഷൻ കുറേ ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഒരു 100 പേരുടെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് 100 പേര് തന്നെ റിസർവേഷനിൽ നിന്ന് എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ റിസർവേഷൻ മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട്, എസ്പെഷ്യലി കേരളത്തിലിപ്പോൾ നമ്മൾ ഭയങ്കര മോഡേണായി. നമുക്ക് ഒരു കാസ്റ്റ് ബേസ്ഡ് ഒരു ഡിസ്ക്രിമിനേഷനും നമ്മുടെ ഡെയിലി ലൈഫിലില്ല, പക്ഷേ ഇങ്ങനത്തെ ഗവൺമെൻറ് ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ 100 വേക്കൻസി വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് ഉറപ്പ് ആരും പറയുന്നില്ല നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കത്തുള്ളൂ എന്ന്. അവർക്ക് റിസർവേഷനിൽ നിന്ന് എടുക്കാൻ പറ്റും, സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ
ST അല്ലെങ്കിൽ ST വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അവർക്ക് എനിക്ക് തോന്നുന്നത് 600 സംതിങ് റിസർവേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ 100 വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പേര് അതിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് ഗവൺമെൻറ്റും ഗ്യാരണ്ടി തരുന്നില്ല. നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഈവൻ ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തരാമെന്ന് ഗവൺമെൻറ് ഗ്യാരണ്ടി തരുന്നില്ലാത്തൊരു സംഭവം. അത് വേറൊരു കാര്യം പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നമുക്ക് നമ്മുടെ പേപ്പർ ചെക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് കേരളത്തിന്. സോ അപ്പോൾ അതിൽ യൂഷ്വലി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ OMR ഷീറ്റിൽ ഫില്ല് ചെയ്യുന്നു, മെഷീനിലൂടെ അത് പ്രോസസ്സ് ചെയ്യുന്നു, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ 12,000-ഓളം എന്തോ OMR ഷീറ്റ് മെഷീന് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല. 21 ഒഫീഷ്യൽസാണ് ഇരുന്ന് ഈ 12,000 പേപ്പർ ചെക്ക് ചെയ്തത്. നീ പറഞ്ഞ പോലെ തന്നെ ആരെ ചെക്ക് ചെയ്തെന്നുള്ളതിന് ഒരു ഇതുമില്ല, ആരാ എന്താ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത്. പിന്നെ ഇവർ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനും എന്താ പറയുക ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു പ്രൂൺ ആയിട്ടുള്ള ഒരു സാധനം ഇല്ല. അപ്പോൾ അതാണ് കേസ്. അല്ല എന്തെങ്കിലുമൊക്കെ കോഡ് എഴുതി വെച്ചാൽ പോരെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സപ്പോർട്ടർ ആണെങ്കിൽ അവരുടെ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയും നിങ്ങൾ എക്സാമിൻ്റെ എടുത്ത പേപ്പറിൽ ഒരു ചെറിയൊരു കോഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിമ്പിൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അവരെ പാസ്സാക്കി വിടും. അതാ പറഞ്ഞത്. കാരണം ഇപ്പോൾ OMR ഷീറ്റിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ പേര് സഹിതം എഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഇതുപോലെ പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ പേപ്പർ എടുത്തിട്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതറിയത്തില്ല. ഇപ്പോൾ OMR ഷീറ്റ് പോയതിൽ മെഷീനാണെങ്കിൽ മെഷീൻ ചെയ്യുന്നുള്ളതിന് അക്കൗണ്ടബിൾ ആണ്. ഇതിലാളുടെ പേരുണ്ടായിരുന്നോ, ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നോ, അവിടെയാണ് ഈ മറ്റേ പാർട്ടിയിലെ ആളെ ചെയ്തതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. കാരണം പോയ ഷീറ്റിൽ ആളുടെ പേരും മേൽവിലാസം എല്ലാം ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ സൈഡിൽ ഇത് എഴുതി വെച്ച് വിട്ടാൽ പോരെ, നമ്മൾ ഇതിൻ്റെ ആളാണ്, ഒന്ന് സെറ്റ് ചെയ്ത് വിട്ടേരെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞില്ല അവിടെ പരിപാടി. സോ അപ്പം അതിനൊന്നും ഒരു തെളിവുമില്ല, ഒന്നുമില്ല. ആരാ ഇത് ട്രാക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് ആരൊക്കെയായിരുന്നു? 21 പേര്. അവരൊക്കെ എന്താ പറയുക റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒരു ഇതുമില്ല അതിന്. നമ്മുടെ CBSEയുടെ സിസ്റ്റം ഇത്രയും പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് പോലും ഈ നമ്മുടെ എക്സാമിന് ചെക്ക് ചെയ്യുമ്പോൾ സ്കൂളുകാർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇന്ന സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മാർക്ക് കൊടുത്തു വിടാം, നമ്മുടെ പിള്ളേർക്കും കൊടുത്തു വിട്ടാരേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഒരു 2 സ്കൂള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്കൂൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പിള്ളേരുടെ കൂടെ അൺഫെയർ ആയി പോകും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മാർക്ക് കൊടുക്കും. പക്ഷെ മറ്റവരെന്ന് പറഞ്ഞാൽ പാസ്സാക്കി വിടും. അങ്ങനത്തെയൊക്കെ CBSE വരെ ഉണ്ടെങ്കിൽ ഇത് എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ എന്തോരം ഉണ്ടായിരിക്കും. അതെ, അത് ഇത്രയും പഴയ ഒരു എക്സാം. അത് ഡെവലപ്മെന്റ് വരാൻ കുറേ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ഹയർ ചാൻസ് ഓഫ് ഇങ്ങനെ ഒരു എക്സാമിനെ റിഗ് ചെയ്യാൻ പറ്റുന്നതിന് പോസിബിലിറ്റി ഉണ്ട്? 100% ഉണ്ട്. 100% എന്തായാലും ഉള്ള സാധനം അത്. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് PSCയുടെ ടോപ്പിക്ക്.